9th സ്റ്റാൻഡേർഡ് പേയേഴ്സ് ഓഫ് ഇക്വേഷൻസിലെ 2 ഇക്വേഷൻസ് എന്ന് പറയുന്ന പാർട്ടാണ് ഇനി ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ദ പ്രൈസ് ഓഫ് 2 pens and 3 notebooks is 110 rupees. The price of 2 pens and 5 notebook is 170 rupees. What is the price of pen and a notebook? The price of 2 pens and 3 notebook. നമുക്ക് ഫസ്റ്റ് പെൻസ് എന്നാണ്, പിന്നെയാണ് നോട്ട്ബുക്സ് എന്നുള്ളത്. സോ വി ടേക്ക് ദ പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു എക്സ്. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പേനയുടെ വില എന്ന് പറയുന്നത് എക്സ് എടുക്കാം. എങ്ങനെയാണ് പറയുന്നത്? 2 പേനയും 3 നോട്ട് ബുക്കും വാങ്ങിയപ്പോൾ 110 രൂപയായി. 2 പേനയും 5 നോട്ട് ബുക്കും വാങ്ങിയപ്പോൾ 170 രൂപയായി. അങ്ങനെയാണെങ്കിൽ പേനയുടെ വില എത്ര? നോട്ട് ബുക്കിൻ്റെ വില എത്ര? ദ പ്രൈസ് ഓഫ് എ പെൻ എക്സ് എന്ന് എടുക്കാം, പേനയുടെ വില എക്സ് എന്ന് എടുക്കാം. പ്രൈസ് ഓഫ് നോട്ട് ബുക്കിൻ്റെ വില വൈ എന്നും എടുക്കാം. നമുക്കറിയാം 2 പേന വാങ്ങി അല്ലേ? 2 പേന എന്ന് പറയുമ്പോൾ 2x, 3 നോട്ട് ബുക്ക് എന്ന് പറയുമ്പോൾ 3y, അതിന് 110 രൂപയായി. 2 പേനയും 5 നോട്ട് ബുക്കും വാങ്ങിയപ്പോൾ 170 രൂപയായി. അതിന് 1 എന്നും 2 എന്നും ഇക്വേഷൻ കൊടുക്കാം. 2 ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് ഏതാ? എക്സിൻ്റെ കൂടിയിലെ നമ്പർ സെയിം ആണോ? അപ്പോൾ ഫസ്റ്റിൽ എക്സിൻ്റെ കൂടിയിലെ നമ്പർ 2 ആണ്, സെക്കൻഡിലും എക്സിൻ്റെ കൂടിയിലെ നമ്പർ 2 ആണ്. അപ്പോൾ ഒരുപോലെ വന്നിരുന്നാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ 2ൻ്റെ അകത്ത് 1 സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തേത് ഒന്നാമത്തേത് മൈനസ് ചെയ്യുമ്പോൾ 2x 0 വരും. 5y കുറക്കണം 3y എന്ന് പറയുമ്പോൾ 5 3 കുറച്ചാൽ 2y വരും. 170 110 കുറച്ച് 60 കിട്ടും. അങ്ങനെ y എന്ന് പറയും 2y 60 ആകുമ്പോൾ y ഈക്വൽ ടു എന്ത് വരും? 60/2 ഈക്വൽ ടു 30. ഈ വൈൻ്റെ വാല്യൂ 30 എന്നുള്ളത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? 1ൽ കൊടുക്കുക. 1ൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഉണ്ട് ഇവിടെ നമുക്ക് കിട്ടിയ വൈൻ്റെ വാല്യൂ 30 ഇവിടെ കൊടുക്കുമ്പോൾ 3 × 30 എന്ന് വരും. 3 × 30 എന്ന് പറയുമ്പോൾ എന്ത് വരും? അവിടെ 90. 2x + 3 × 30 ഈക്വൽ ടു 110 എന്ന് പറയും. അങ്ങനെ 2x + 90 ഈക്വൽ ടു 110. 2x ഈക്വൽ ടു ഈ 90 അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? -90 എന്നാവും. അങ്ങനെ 2x = 20 കിട്ടും, x = 10 കിട്ടും. അങ്ങനെ പേനയുടെ വില 10 രൂപ എന്നും നോട്ട് ബുക്കിൻ്റെ വില 30 രൂപ എന്നും കിട്ടും. അടുത്തത് ഇതേ മോഡലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് 3 pencils and 4 pens ഈസ് 66 rupees. 3 പെൻസിലിൻ്റെയും 4 പേനയുടെയും വില 66 രൂപയാണ്. ആൻഡ് ദ പ്രൈസ് ഓഫ് 6 pencils and 3 pens ഈസ് 72 rupees. 6 പെൻസിലും 3 പേനയും വാങ്ങിയപ്പോൾ 72 രൂപ. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? നോക്കാം നമുക്ക്. ഇവിടെയും നമ്മൾ എന്താ എടുക്കേണ്ടത്? ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് പ്രൈസ് ഓഫ് പെൻസിലും പെൻസ് എന്നു. പെൻസിലാണ് ആദ്യം ഉള്ളത്. പ്രൈസ് ഓഫ് പെൻ എന്ന് പറയുന്നത്, പെൻസിൽ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുക്കാം. ആദ്യം തന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുക്കണം. അപ്പോൾ പെൻസിലാണ്, പെൻസിൽ പെൻ എന്നാണ്. അപ്പോൾ പെൻസിൽ എക്സും പെന്ന് വൈയും. അപ്പോൾ 3 പെൻസിലാവുമ്പോൾ 3x + 4y ഈക്വൽ ടു 66. ഇവിടെയോ 6x + 3y ഈക്വൽ ടു 72. ഇക്വേഷൻ അങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത്. പേനയുടെ വില എന്ന് പറയുന്നത് y ആണ്, പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് x ആണ്. ആദ്യം നമുക്ക് പെൻസിലിൻ്റെയും പേനയുടെയും ഉണ്ട്. അപ്പം നമുക്ക് പെൻസിൽ ഫസ്റ്റ് ആകുമ്പം x എന്നും പെന്ന് y. പിന്നെ 3 പെൻസിലിനും 4 പേനക്കും കൂടാന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലേ? 3 pencil and 4 pen. 3 pencils and 4 pen is 66. അപ്പോൾ 3x + 4y ഈക്വൽ ടു 66. അടുത്തത് 6 പെൻസിൽ 6 pencil and 3 pencil. 6 പെൻസിലിനും 3 പേനക്കും കൂടെ 72 രൂപ. എന്ത് ചെയ്യുക? നമ്മൾ 1 എന്നും 2 എന്നും കൊടുക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നാമത്തതും രണ്ടാമത്തതും നോക്കുക. എക്സിൻ്റെ കൂടിയുള്ള നമ്പർ ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. ഇവിടെ വൈൻ്റെ കൂടെ എക്സിൻ്റെ കൂടിയുള്ള നമ്പർ ഒരുപോലെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? വൈൻ്റെ കൂടിയുള്ള നമ്പർ സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ വൈൻ്റെ കൂടെ 4 ഉള്ളത്, ഇവിടെ വൈൻ്റെ കൂടെ 3 ഉള്ളത്. അപ്പോൾ ഇപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ 3ൻ്റെ ഡബിളാണ് 6 എന്ന് പറയുന്നത്. 3ൻ്റെ ഡബിളാണ് 6. അതായത് 3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 കിട്ടും. അതായത് ഈ ഫസ്റ്റ് ഇക്വേഷൻ മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. എന്തുകൊണ്ടാണ്? ഈ 3ൻ്റെ ഡബിളാണ് 6. 3 × 2 6 ആണ്. അപ്പോൾ ഒന്നാമത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും എക്സ് ഒരുപോലെ ആക്കുക. നമ്മൾ എന്ത് ചെയ്താൽ ഒന്നാമത്തേനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഒന്നാമത്തേനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ 3 അല്ലേ ഉള്ളത്? 3 + 3 ആണ് 6 എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് അഡീഷൻ്റെതില്ല, നമ്മൾ ഇൻറ്റു ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ 3 × 2 6.
അപ്പോൾ 1 × 2 എന്ന് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 1 × 2 എന്ന് പറയുക. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 വരും, ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 8y വരും, 66നെ 2 കൊണ്ട് ചെയ്താൽ 132 എന്ന് വരും. അപ്പോൾ അതിന് പുതിയൊരു നമ്പർ ഇട്ട് കൊടുക്കുക 3. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ മാറ്റിയിട്ട് മൂന്നാമത്തെ ആയതുകൊണ്ട് ഇനി ഒന്നാമത്തെ നോക്കണ്ട, ഇനി 3ഉം 2ഉം നോക്കിയാൽ മതി. 3ഉം 2ഉം നോക്കുമ്പോൾ ഏതാണ് വലുത്? 3ആണ് വലുത്. അപ്പോൾ 3ൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? 2 കുറക്കുക. 3ൽ നിന്ന് 1 അല്ല കുറക്കേണ്ടത്, 3ൽ നിന്നും 2 ആണ്. അപ്പോൾ 3ൽ നിന്ന് 2 കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x ഒരുപോലെ 0 വരും. 8y - 3y എന്നുള്ളത് 5y കിട്ടും. പിന്നെ ഇവിടുന്ന് മൈനസ് ചെയ്യുമ്പോൾ 60ഉം കിട്ടും. അപ്പോൾ 5y 60 എന്ന് പറയുമ്പോൾ y = 60/5 എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. y = 12 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1. നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഒന്നാം നമ്പർ യൂസ് ചെയ്യാം. അപ്പോൾ വൈൻ്റെ അടുക്ക 12 എന്ന് കൊടുക്കുക. ഇവിടെ ഒന്നാമത്തെ എൻ്റെ വൈൻ്റെ അടുക്ക 12 എന്ന് കൊടുക്കുക. അപ്പം 3x + 4 × 4y എന്നുള്ള എടുക്കാം 12 എന്ന് കൊടുക്കുക. അപ്പോൾ 3x + 4 × 12 = 66. 3x + 4 48. 12 × 4 എന്ന് പറയുമ്പോൾ 48 വരും, =66 കിട്ടും. പിന്നെ 48ന് അപ്പുറം പറഞ്ഞേക്കുമ്പോൾ ഇവിടെയുള്ള 48 അങ്ങോട്ടേക്ക് പോകുമ്പോൾ അത് -48 വരും. 3x = 18 കിട്ടും, x = 18/3 6 കിട്ടും. അങ്ങനെ പെൻസിലിൻ്റെ വില 6 രൂപ എന്നും പെന്നിൻ്റെ വില 12 രൂപ എന്നും കിട്ടും. അടുത്തത് നമുക്ക് എക്സസൈസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൈസ് ഓഫ് 4 pens and 3 pencil is 66 rupees. ദ പ്രൈസ് ഓഫ് 7 pens and 3 pencil is 111 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് പെൻ ആൻഡ് പ്രൈസ് ഓഫ് പെൻസിൽ? അപ്പോൾ ഇവിടെയും നമുക്ക് ആദ്യം നേരത്തെ തന്നതുപോലെ തന്നെ പ്രൈസ് ഓഫ് 4 pens and 3 പെൻസിലാണ്. പെൻസ് ആൻഡ് പെൻസിൽ ആയതുകൊണ്ട് പ്രൈസ് ഓഫ് പെൻ എക്സും പെൻസിൽ വൈ എന്ന് എടുക്കാം. അപ്പോൾ 4 പെൻ ആയതുകൊണ്ട് 4x + 3 പെൻസിൽ 3y = 66. അതേപോലെ തന്നെ താഴെയുള്ളത് 7 pens + 3 pencil = 111. രണ്ടെണ്ണം ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സിൻ്റെ കൂടെയുള്ള നമ്പർ നോക്കാം. എക്സിൻ്റെ കൂടെ ഇവിടെ 4 ആണ്, ഇവിടെ എന്താണ്? 7 ആണ്. കോഎഫിഷ്യൻ്റ് എന്ന് പറയും. എക്സിൻ്റെ കൂടെയുള്ള നമ്പറിനെ കോഎഫിഷ്യൻ്റ് എന്നാണ് പറയുക. വൈൻ്റെ കൂടെയുള്ള നമ്പറിനെ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിളിൻ്റെ കൂടെയുള്ള നമ്പർ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സിനെയും വൈനെയും പറയുന്നതാണ് വേരിയബിൾ എന്ന്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെയുള്ള നമ്പറും എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഡിഫറൻ്റ് ആണ്, പക്ഷേ വൈ സെയിം ആണ്. 3y എന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുക, 2ന്ന് 1 കുറക്കുക. ഒന്നും മാറ്റൊന്നും വരുത്തണ്ട, കാരണം എക്സ് ഒരുപോലെ ഇല്ലെങ്കിൽ വൈ എങ്കിൽ ഒരുപോലെ ഉണ്ടായാൽ മതി. അങ്ങനെ നമ്മൾ മൈനസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. മൈനസ് ചെയ്യുമ്പോൾ 7x - 4x എന്ന് പറയുമ്പോൾ 3x വരും. 3y 0 വരും. 111 66 മൈനസ് ചെയ്താൽ 45 വരും. 3x 45 വന്നാൽ x = 45/3 = 15 വരും. എക്സിൻ്റെ വാല്യൂ 15 എവിടെ കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 1 1ൽ കൊടുക്കുക. 1ൽ കൊടുക്കുമ്പോൾ 1 എന്ന് പറയുന്നത് എന്താണ്? 4x + 3y = 66 ആണ്. എക്സിൻ്റെ വില 15. അപ്പോൾ ഈ 15 ഇവിടെ കൊടുക്കുക. 4 × 15 എന്ന് പറയും. 1ൽ കൊടുക്കുമ്പോൾ 4x ആണ്. 4x എന്ന് പറയുമ്പോൾ 4 × 15. 4 × 15 + 3y = 66 എന്ന് വരും. 4 × 15 എന്ന് പറയുമ്പോൾ 60. 60 + 3y = 66 എന്ന് പറയും. 3y കാണുമ്പോൾ ഈ 60 അങ്ങോട്ടേക്ക് പോകുമ്പോൾ മൈനസ് വരും. 66 - 60. 3y = 6, y = 6/3 2. അപ്പം നമുക്ക് വൈൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. അതായത് പേനയുടെ വില എന്ന് പറയുന്നത് 15 രൂപയും പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത് 2 രൂപയും കിട്ടും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഒരേ ടൈപ്പാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കാണും വരേക്കും നമുക്ക് ബായ് പറയാം. അതിനിടയിൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്ക്. നമുക്ക് ആൻസർ കമൻറ്റിലൂടെ പ്രതീക്ഷിക്കാം. The perimeter of a rectangle is 26 cm. Another rectangle with twice the length and thrice the breadth has perimeter 62. What are the length and breadth of the first rectangle? Okay, ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.